നമ്മൾ ലീഗൽ പ്രൊട്ടക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രൊഡക്റ്റോ സർവീസോ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ലീഗലായിട്ടുള്ള മാർഗ്ഗങ്ങൾ, അതിനെപ്പറ്റിയാണ് പറയണത്. അത് പ്രധാനപ്പെട്ടതാണ് IPR എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്നാണ് പറയണത് കേട്ടോ. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പ്രധാനമായിട്ടും 4 ലീഗൽ പ്രൊട്ടക്ഷനാണ് വരുന്നത്. കോപ്പി റൈറ്റ്, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ഡാറ്റാബേസ് പ്രൊട്ടക്ഷൻ കേട്ടോ. അതിൽ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവ് വർക്കുകൾ വരുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. റൈറ്റിങ്, അതാണ് നമ്മൾ എന്തെങ്കിലും കഥ എഴുതണതാ, കവിത എഴുതണതാ, എന്തെങ്കിലും കുറിച്ച് നമ്മൾ ഇപ്പോൾ സിനിമയ്ക്ക് തിരക്കഥ എഴുതണതാ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട കോപ്പി റൈറ്റിൽ വരുന്നത്. രണ്ടാമത്തെ പേറ്റൻ്റ് ആണ്. അതായത് പേറ്റൻ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പുതിയൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കോപ്പി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ആളുടെ പേരിൽ തന്നെ അറിയുന്നതിന് വേണ്ടിയിട്ട് പേറ്റൻറ്റ്. ട്രേഡ് മാർക്ക് ഉണ്ട്, അത് ബ്രാൻഡുകളാണ്. പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ്, സർവീസിൻ്റെയൊക്കെ ബ്രാൻഡ് രജിസ്റ്റേർഡ് ആണോ എസ്റ്റാബ്ലിഷ്ഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡാറ്റാബേസ് പ്രൊട്ടക്ഷൻ, ട്രേഡ് സീക്രട്ട്, ഡിസൈൻ റൈറ്റ്, ഇതും എന്തിലാണ് ഡാറ്റാബേസ് പ്രൊട്ടക്ഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആയിട്ട് പറയണത്. ഇങ്ങനെ ലീഗൽ പ്രൊട്ടക്ഷൻ ഇന്ത്യയിലെ ലീഗൽ പ്രൊട്ടക്ഷൻ എന്താണെന്നുള്ളതാണ് പറയണത്. ദ വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1967 ആസ് ആൻ ഏജൻസി ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്. Intellectual property rights are the rights given to persons or company over the creation of their minds. ഇപ്പോൾ WIPO, അതാണ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. അതാണ് ആദ്യം 1967 രൂപീകരിച്ചിട്ടുള്ളതാണ് ലീഗൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അതിൻ്റെ ആസ്ഥാനം യുണൈറ്റഡ് നേഷൻസ് ആണ് ഇങ്ങനൊരു ഏജൻസി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ വന്നത് IPR ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ്. ആ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തികൾക്കോ കമ്പനിക്കോ അവർ ചെയ്ത ക്രിയേഷൻ എന്താണോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനികളായിരിക്കാം. ഇപ്പോൾ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, ഇലക്ട്രിക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കാം, സോഫ്റ്റ്വെയർസ് ആയിരിക്കാം. അത് വരുന്നത് വ്യക്തികളാവുമ്പോൾ എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് കേട്ടോ. They usually give the creator or company an exclusive right over the use of his creation, that is, own plans, ideas or other intangible assets without the worry of competition for a certain period of time. അപ്പം അങ്ങനെ IPR ഉണ്ടെങ്കിൽ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ടെങ്കിൽ, ഇത് കമ്പനി ആവട്ടെ വ്യക്തിയാവട്ടെ, അവർക്ക് എന്താണ് അവരുടെ ക്രിയേഷൻ അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് സർട്ടൻ പീരീഡ് പറയേണ്ട, ആ കാലയളവ് കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് പുതുക്കണം. അത് ചിലപ്പോൾ പ്ലാനുകളായിരിക്കാം, ഐഡിയാസ് ആയിരിക്കാം, മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഇത്തരത്തിൽ വന്നത്. അപ്പം നമ്മൾക്ക് അത്രയും കാലത്തേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട, നമ്മളുടെ ക്രിയേഷൻ പ്രൊട്ടക്റ്റഡ് ആണ്, മറ്റുള്ളവർ അതിലൊരു അവകാശവും പറഞ്ഞു വരില്ല എന്ന് ഉറപ്പ് പറയാനായിട്ട് സാധിക്കും. അതിങ്ങനെയുള്ളതാണ് IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. Intellectual property refers to creation of the mind such as inventions, literary and artistic works, designs, symbols, names and images used in commerce. IPR പൊതുവെ നൽകണത് എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ആർട്ടിസ്റ്റിക് വർക്കുകൾ, ഡിസൈനുകൾ, സിംബലുകൾ, നെയും ഇമേജസ്. ഇപ്പോൾ ബ്രാൻഡ് നെയിം, ബ്രാൻഡ് ഇമേജസ് കൊണ്ടുവരണം, അതൊക്കെ അതെന്തിലും ഉപയോഗിക്കണത് കൊമേഴ്സുമായി ബന്ധപ്പെട്ട് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യാപാരം നടത്തുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത്. അതിനാണ് എന്ത് നൽകുന്നത്, IPR നൽകുന്നത്. The reasoning for intellectual property is to encourage innovation without the fear that a competitor will steal the idea or take the credit for it. ഇപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നൽകാനായിട്ട് കാരണം പറയണത്, അത് എന്തെങ്കിലും പുതിയതായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ എൻകറേജ് ഇന്നൊവേഷനാണ്. പുതിയതായിട്ട് കണ്ടുപിടുത്തം നടത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം, പ്രൊട്ടക്ഷൻ വേണം. അവരുടെ ക്രിയേഷൻ മറ്റുള്ളവരത് കോപ്പി ചെയ്യില്ല, അല്ലെങ്കിൽ അവരുടേതാണെന്ന് അവകാശം സ്ഥാപിക്കാൻ വരില്ല. അപ്പം അങ്ങനത്തെ ഒരു ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, IPR കൊടുക്കാൻ കാരണമായിട്ട് പറയണത്. Thus, the legal right accrued on the intellectual property created are termed intellectual property right. അപ്പോൾ ഇത്തരത്തിലുള്ള ലീഗൽ റൈറ്റ്സിനാണ് എന്തെന്ന് പറയുന്നത്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്.
These rights are governed by the law on IPR of the country, which grants such rights and can be enforced only within the boundaries of that country. ഈ റൈറ്റ് ആ നിയമം എന്താണ്, നിയമത്തിനനുസരിച്ച് രാജ്യത്തിൻ്റെ നിയമം എന്താണ് അതിനനുസരിച്ചിട്ടായിരിക്കും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നൽകുന്നത്. പിന്നെ ഏത് രാജ്യമാണോ അത് നൽകിയ രാജ്യത്തിനകത്ത് മാത്രമാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. മറ്റുള്ള രാജ്യങ്ങളിൽ അവർ കൊണ്ടുപോയത് ഒരാളുടെ കണ്ടുപിടുത്തം അവരുടെ നിന്ന് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ഏത് രാജ്യത്തെ നിയമത്തിനനുസരിച്ചാണ് IPR നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണത് ആ രാജ്യത്തിന് കീഴിൽ. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ മാത്രമായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും കണ്ടുപിടുത്തമോ എന്തെങ്കിലും ക്രിയേഷനോ IPR നൽകിയിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. മറ്റൊരു രാജ്യത്തിന് എന്താണ്, മറ്റുള്ളവരത് പകർത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഏത് രാജ്യമാണ് ആ രാജ്യത്തിന് നിയമങ്ങൾക്കനുസരിച്ചാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നൽകുന്നത്. Over a decade, most of the Indian legislation on intellectual property was amended. In particular, the Patent Act 1970 with the third amendment becoming effective from 1st January 2005. ഓവർ എ ഡെക്കേഡ് കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊന്ന് പുതുക്കിയിട്ടുണ്ട്. പേറ്റൻറ്റ് ആക്ട് ഒന്ന് പുതുക്കി. 1970 പേറ്റൻറ്റ് ആക്ട് നിലവിൽ വന്നത്. പിന്നീട് അത് പുതുക്കി, 3ാം ഭേദഗതി പുതുക്കിയിട്ടുണ്ട്. 2005 ജനുവരി 1 മുതൽ പുതിയ ഒരു റൂളാണ് IPR നിലവിൽ വന്നത്. ഇപ്പോൾ പഴയ കാലത്ത് നിലവിൽ ഇപ്പം ഫീസ് കൂട്ടുകയോ അല്ലെങ്കിൽ കുറച്ചും കൂടി വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് നൽകുകയോ അപ്പോൾ അമെൻമെൻറ്റ് നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. A new Design Act came into being in May 2001, a new Trademark Act in September 2004 and the Geographical Indication Act in September 2003. അപ്പോൾ പുതിയ നിയമങ്ങൾ പേറ്റൻറ്റ് വന്നാക്കുന്നതാണ് കേട്ടോ. എന്താണ് പുതിയ ഡിസൈൻ ആക്ട് വന്നാക്കുന്നത് മെയ് 2001 ട്രേഡ് മാർക്ക് ആക്ട് വന്നാക്കുന്നത് 2004 സെപ്റ്റംബർ 2004 പിന്നെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കൊടുക്കും. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോഗ്രഫിക്കൽ ഏരിയാസിലുള്ളവർക്ക് മാത്രമാണ് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനും അധികാരം ഉണ്ടാവുക. അത്തരത്തിലൊരു പ്രോപ്പർട്ടി റൈറ്റ് നൽകണതാണ് കേട്ടോ. അത് വന്നത് സെപ്റ്റംബർ 2003 In fact, IPR have spread across in India from January 1995. ഇന്ത്യയിൽ ആകെ IPR എന്ന് പറയുന്ന ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് കൊടുക്കാൻ തുടങ്ങിയത് 1995 ജനുവരി മുതലാണ്. വെൻ ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കെയിം ഇൻ ടു ബീങ്, എന്ത് വന്നതിന് ശേഷമാണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ IPR എന്ന് പറയുന്ന റൈറ്റ് നിലവിൽ വന്നത്. ഇന്ത്യ ഹാസ് ഓൾസോ എക്സാക്റ്റഡ് എ നമ്പർ ഓഫ് IPR റിലേറ്റഡ് ആക്ട്സ് ഓവർ ദ പീരീഡ്. ഇന്ത്യയിൽ ഒരുപാട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നിലവിലുണ്ട്, നിയമങ്ങൾ നിലവിലുണ്ട്. There are various forms of IPR. The trade-related aspects of intellectual property rights, popularly known as TRIPS. ട്രേഡ് റിലേറ്റഡുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ട്രിപ്സ് എന്നാണ് പറയുന്നത്. ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇൻ ദ WTO agreement recognizes various forms of IPR, namely എന്താണ് WTO ഒക്കെ മനസ്സിലായി ഒരുപാട് ഓരോ കണ്ടുപിടുത്തത്തിനനുസരിച്ചിട്ട് ക്രിയേഷനനുസരിച്ചിട്ട് എന്ത് വേണം എന്നുള്ളത്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വേണം എന്നുള്ളത്. ട്രേഡ് മാർക്ക് ഉണ്ട്, കോപ്പി റൈറ്റ്, പേറ്റൻറ്റ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, ട്രേഡ് സീക്രട്സ് ആൻഡ് പ്ലാന്റ് ആൻഡ് ഫാർമർ റൈറ്റ്സ്. ഇത്തരത്തിലുള്ളതാണ് ഇന്ത്യയിൽ നിന്നുള്ള IPR ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുകൾ എന്ന് പറയുന്നത്. ട്രേഡ് മാർക്ക് ഉണ്ട്, കോപ്പി റൈറ്റ്, പേറ്റൻറ്റ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, ട്രേഡ് സീക്രട്സ് ആൻഡ് പ്ലാന്റ് ആൻഡ് ഫാർമർ റൈറ്റ്സ്. അപ്പോൾ ഇത്രയുമാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഇന്ത്യയിൽ ഉള്ളത് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണത്? ഓരോരുത്തരുടെ ഇന്നോവേഷൻസ്, ഐഡിയാസ് മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കാൻ, അവരുടേതാണെന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്തിനകത്ത് അവരുടെ ഇന്നോവേഷൻസ്, ഐഡിയാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ നിയമത്തിനനുസരിച്ചിട്ട് ഒരു റൂളാണ്, ഒരു ആക്റ്റാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമാണ് നൽകുന്നത്. അപ്പോൾ 25 വർഷത്തേക്കാണ് മിനിമം തന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷനൊക്കെ പുതുക്കൂലേ, അതുപോലെ ലൈസൻസൊക്കെ പുതുക്കൂലേ, ഡ്രൈവിംഗ് ലൈസൻസൊക്കെ പുതുക്കൂലേ നമ്മൾ, അതുപോലെ തന്നെ വീണ്ടും പുതുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എനി അസറ്റ് ഓർ തിങ് ദാറ്റ് ഈസ് ഓൺഡ് ബൈ എ പേഴ്സൺ ഓർ എൻറ്റിറ്റി, ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ. എന്തെങ്കിലും ഒരു അസറ്റ് ഓൺ ചെയ്യണം, ഒരു കാര്യം ഒരു ഓണർഷിപ്പിലുണ്ടെങ്കിൽ അത് വ്യക്തികളായിരിക്കാം, സ്ഥാപനങ്ങളായിരിക്കാം, അതിനെയാണ് എന്തെന്നത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. വെൻ ഡസ് എ പ്രോപ്പർട്ടി കോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി? ഏത് പ്രോപ്പർട്ടിയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്?
വെൻ ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഹ്യൂമൻ മൈൻഡ് ഓർ ഇൻ്റലക്റ്റ് ഓർ തിങ്കിങ് പ്രോസസ്സ്. അതായത് മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് വളരെ ഇൻ്റലിജൻസ് ആയിട്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതിനെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കേട്ടോ. മറ്റേത് ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മളുടെ ഓണർഷിപ്പിൽ വെക്കുന്നതിന് പ്രോപ്പർട്ടി എന്ന് പറയും. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് ഐഡിയാസ്, പ്ലാൻസ്, ഡിസൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. Intellectual property is a legal term that refers to creations of the human mind and human intellect, such as inventions. അപ്പോൾ IP എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഒരു ലീഗൽ ടേമാണ്. അതിൽ എന്താണ് വരുന്നത്, മനുഷ്യൻ്റെ ക്രിയേഷൻസ്. മനുഷ്യൻ എന്ത് ചെയ്യണത്, ചിന്തിച്ച് കഴിഞ്ഞിട്ട് ആ പുതിയ പുതിയ ഐഡിയാസ് ഉപയോഗിച്ച് എന്തെങ്കിലും ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതായിരിക്കാം. അത് ലിറ്റററി സാഹിത്യപരമായിട്ടായിരിക്കാം, എന്തെങ്കിലും ആർട്ടിസ്റ്റിക് വർക്കായിരിക്കാം, ഡിസൈൻസ് ആയിരിക്കാം, സിമ്പിൾസ് ആയിരിക്കാം, പേരായിരിക്കാം, ഇമേജസ് ആയിരിക്കാം. അത് എന്തിനുപയോഗിക്കുന്നതായിരിക്കണം, കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ളതിനെയാണ് എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന റൈറ്റിനെയാണ് എന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ട്രേഡ് മാർക്കുകളാണ്. നമുക്കറിയാം ഒരുപാട് ട്രേഡ് മാർക്ക് ഇവിടെ കൊടുത്താണത്. ആപ്പിളിൻ്റെ കൊടുത്തിട്ടുണ്ട്, BMW, വോഡോഫോൺ, പെപ്സി, മൈക്രോസോഫ്റ്റ്, നൈഷെ, ഇതിൻ്റെയൊക്കെ ട്രേഡ് മാർക്കുകൾ. ഇത് കണ്ടാൽ നമുക്കറിയാം ഇന്ന കമ്പനിയുടെ ഗുഡ്സുകളാണെന്ന് വളരെ പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. Trademarks. According to the Trademarks Act 1999, a trademark means a mark capable of being represented graphically and which is capable of distinguishing the goods or services of one person from those of others and may include shape of goods, their packaging and combination of colors. ഇതാണ് ട്രേഡ് മാർക്ക് ആക്ട് 1999 പ്രകാരം. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റിൽ ആ ട്രേഡ് മാർക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഒരാളുടെ ഗുഡ്സ് മറ്റൊരാളുടെ ഗുഡ്സ് സർവീസിനും വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയുന്നതിന് സാധിക്കും. അത് ചിലപ്പോൾ ആ ഗുഡ്സിൻ്റെ ഷേപ്പ് കൊണ്ടായിരിക്കാം ഇന്ന കമ്പനീൻ്റെ ആണെന്ന് അറിയണത്, അല്ലെങ്കിൽ പാക്കിങ്ങിൻ്റെ ആയിരിക്കാം. അപ്പം രണ്ടും കൂടി ഷേപ്പും പാക്കിങ്ങും കൂടി ആയിട്ടായിരിക്കും എന്ത് ചെയ്യണത്, നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകത എന്തെങ്കിലും ഉണ്ടായിരിക്കും ആ ട്രേഡ് മാർക്കിലുണ്ടായിരിക്കും. ആ ട്രേഡ് മാർക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന കമ്പനിയുടെ ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അതിനെയാണ് എന്നത് വന്ന് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. The Act defines a mark as mark includes a device, brand, heading, label, ticket, name, signature, word, letter, shape of goods, packaging or combination of colors or any combination thereof. ഇപ്പോൾ ഈ ആക്ട് പ്രകാരം പറയുന്നതിന് മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള എന്തുമാവും, എന്തൊരു ഉപകരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ബ്രാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹെഡിങ് ആയിരിക്കാം, ലേബൽ ആയിരിക്കാം, ടിക്കറ്റ് ആയിരിക്കാം, പേരായിരിക്കാം, ഒരു സിഗ്നേച്ചർ ആയിരിക്കാം, എന്തെങ്കിലും വേർഡായിരിക്കാം, ലെറ്റർ ആയിരിക്കാം വന്നത്. ഇപ്പോൾ M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് W എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ആ വേർഡുകളായിരിക്കാം, ലെറ്റർ ആയിരിക്കാം വന്നത്. പിന്നെ ഷേപ്പ് ഓഫ് ഗുഡ്സ്, ഓരോ ഗുഡ്സിൻ്റെ ഷേപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ പാക്കിങ്, അല്ലെങ്കിൽ പാക്കിങ്ങും കളർ കോമ്പിനേഷനും വെച്ചിട്ട് നമ്മൾക്ക് എന്തറിയാൻ പറ്റും, ഇന്നതാണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അത്തരത്തിലുള്ളതിനാണ് മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ് മാർക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. Thus, a trademark is any word, name, symbol or distinguishing device or any combination thereof adopted and used by a manufacturer or merchant to identify his goods and distinguishes them from those manufactured or sold by others. അപ്പോൾ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വേർഡായിരിക്കാം, എന്തെങ്കിലും പേരായിരിക്കാം, ഒരു സിമ്പിൾ ആയിരിക്കാം. അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഡിവൈസിന് വ്യത്യസ്തത അറിയാനായിട്ട് സാധിക്കും. ചിലപ്പോൾ എല്ലാത്തിനും കോമ്പിനേഷൻ വേർഡ്, നെയിം, സിമ്പിൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ളതായിരിക്കാം. ഇപ്പോൾ ഐഡിയയുടെയൊക്കെ നമുക്കറിയാൻ പറ്റും, അതിൻ്റെ സിമ്പിളുണ്ട്, അവരുടെ അടിയിലൊരു എന്തിട്ടാണുള്ളത്, ഫ്രേസും ഉണ്ട്, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അതുപോലെ BSNLൻ്റെ എംബ്ലം നമുക്ക് കണ്ടാൽ അറിയാം. പിന്നെ അങ്ങനെ ഓരോ ഗോദ്രേജിൻ്റെ അങ്ങനെ എംബ്ലങ്ങൾ കണ്ടിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ വോക്സ് വാഗണിൻ്റെ ഒക്കെ എന്താണ് അതിൻ്റെ എംബ്ലം വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിനെയാണ് എന്തെന്ന് പറയണത്, ആ മാനുഫാക്ചർ ചെയ്യുന്ന ആരോ മെർച്ചൻ്റ് ആരാണോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പം അതിനെയാണ് എന്തെന്ന് ട്രേഡ് മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
എ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ഇൻഡെഫിനിറ്റ്ലി ആസ് ലോങ് ആസ് ദ മാർക്ക് കണ്ടിന്യൂസ് ടു പെർഫോം ദ ഇൻഡിക്കേറ്റഡ് ഫങ്ഷൻസ്. ഒരു രജിസ്ട്രേഡ് ട്രേഡ് മാർക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടക്റ്റഡ് ആണ് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ആ മാർക്കിന് അത് എന്താണെന്ന് വളരെ പെട്ടെന്ന് കസ്റ്റമേഴ്സിന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ആർന്നിട്ടിട്ട് ചുറ്റൊരു റൗണ്ട് ഉണ്ടാവും, അതിനെയാണ് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റോ സർവീസ് രജിസ്റ്റേർഡ് ആയിട്ടുള്ളതാണെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പ്രൊഡക്റ്റിന് നമ്മൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു പ്രൊഡക്റ്റ് മറ്റൊരു പ്രൊഡക്റ്റിൽ നിന്നും വ്യത്യസ്തത അറിയുന്നതിന് അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി, ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് ഒറിജിനൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ട്രേഡ് മാർക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലീഗൽ പ്രൊട്ടക്ഷനിൽ വന്നതാണ് ട്രേഡ് മാർക്കൊക്കെ കേട്ടോ. ഇത്രയുമാണ് എന്തിൽ വന്നത്? ലീഗൽ പ്രൊട്ടക്ഷൻ ഇന്ത്യയിൽ ആദ്യത്തേൽ വന്നത്.